ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഒരു ഫുൾ ഓൺ ഇവന്റ് റെഡി മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നൗഡേയ്സ് എവ്രിവൺ ഈസ് ചേസിങ് ആഫ്റ്റർ ദാറ്റ് ഗ്ലോ. പണ്ടൊരു മാറ്റ് ലുക്ക് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഇപ്പം നമ്മൾ ശരിക്കും ഗ്ലോയി ആയിട്ട് ഫേസ് ഒക്കെ തിളങ്ങുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. സോ അങ്ങനെ ഒരു എൻഡ് റിസൾട്ടിലോട്ട് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബേസ് അത്രയ്ക്ക് മോയ്സ്ചറൈസ്ഡ് ആയിരിക്കണം, അത്രയ്ക്ക് കെയർഫുൾ ആയിരിക്കണം. സോ ആഫ്റ്റർ യു ഡു യുവർ സ്കിൻ കെയർ റൊട്ടീൻസ് ലൈക്ക് മോയ്സ്ചറൈസർ സെറം ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ബേസ് പ്രെപ്പ് ചെയ്തുകൊണ്ടാണ് അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുക. യൂഷ്വലി എല്ലാവരും ഒരു പ്രോപ്പർ പ്രൈമർ ആണ് യൂസ് ചെയ്യാറ്, പക്ഷെ ഞാനിപ്പം ടെന്നിയുടെ ഒരു മേക്കപ്പ് ഓയിൽ, ഗ്ലാസ് ഗ്ലോ മേക്കപ്പ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ മേക്കപ്പ് ഓയിൽ ഇതിന്റെ ടെക്സ്ചറും കൈൻഡ് ഓഫ് ഓയിലിയാണ് കേട്ടോ. ഭയങ്കര ഓയിലി എന്നല്ല, എന്നാലും കൈൻഡ് ഓഫ് ഒരു ഓയിലിയാണ്. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ എണ്ണ തേച്ചാണിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ വേറൊരു സവിശേഷത എന്ന് വെച്ചാൽ യു ക്യാൻ സീ ഓൾ യുവർ ബ്ലെമിഷസ്. മുഖത്തുള്ള വൃത്തിയോട് മൊത്തം കാണിച്ചു തരും. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ നമുക്ക് വേണ്ടത് അത് തന്നെയാണ്. സോ ഒബ്വിയസ്ലി നമ്മൾ ബേസ് പ്രെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് യു ഹാവ് ടു യൂസ് യുവർ കളർ കറക്റ്റ്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ലാക്മേയുടെ ഒരു ഓറഞ്ച് പീച്ചി കൈൻഡ് ഓഫ് കളർ കറക്റ്ററാണ്. കളർ കറക്റ്റ് ചെയ്യുമ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കളർ കറക്റ്റ് ആണ് ചെയ്യുന്നത്. നമ്മുടെ ഫേസിൽ നമ്മൾ ഫേസ് പെയിന്റ് വാരത്തേക്കും അല്ല. എന്നുവെച്ചാൽ നമ്മുടെ ഡാർക്ക് സർക്കിൾസിന് ഡാർക്ക് ആയിട്ടിരിക്കുന്ന ഏരിയാസിനെ നമ്മുടെ സ്കിൻ കളറുമായിട്ട് മാച്ച് ചെയ്യാനാണ് നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷനായിട്ട് മാച്ച് ചെയ്യാനായിട്ട്. സോ ഹിയർ വി ഗോ. അത്യാവശ്യം പ്രൊഡക്റ്റ് നമ്മൾ കയ്യിലെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇത് വരത്തില്ല. യു ക്യാൻ ജസ്റ്റ് എന്താ പറയുക, ബിൽഡ് അറൗണ്ട് ഇറ്റ്. ആൻഡ് അതിനെപ്പോഴും ഒരു ഫ്ലാറ്റ് ബ്രഷ് ആണ് നല്ലത്. ഫ്ലാറ്റ് ബ്രഷ് എന്ന് പറഞ്ഞാൽ ഈ ബ്രഷ് ആട്ടോ. ആൻഡ് യൂസ് എ ഫ്ലാറ്റ് ബ്രഷ് ബിക്കോസ് ഇറ്റ് ഗീവ്സ് യു മോർ precision, I would say. നമ്മുടെ ഡാർക്ക് സർക്കിൾസ് കൈൻഡ് ഓഫ് കവേർഡ് ആയിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ഓൾ ദ വേ ഡൗൺ. നമുക്കും അതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഇതുമായിട്ടൊന്ന് മാച്ച് ചെയ്യാനാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആഡ് എ ബിറ്റ് മോർ, ജസ്റ്റ് ബിക്കോസ് ചില സമയത്ത് നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ എനിക്ക് ഭയങ്കര ഡാർക്ക്നെസ് ആണ്. എൻ്റെ ഈ കണ്ണിൻ്റെ മൂക്കിൻ്റെ അടുത്തായിട്ട് അവിടെയും കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ണായി. ഇനി ഇവിടെ ഇങ്ങനെ കുരുവൊക്കെ വന്നേക്കുന്ന പാടട്ടോ. എൻ്റെ സ്കിൻ ഇപ്പം ഭയങ്കര മോശമാണ്. ഞാനൊരു ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ഫുൾ ടാൻ അടിച്ച് എൻ്റെ സ്കിൻ മൊത്തം അലമ്പായിരിക്കുകയാണ്. ഇറ്റ് വാസ് വെരി ഡ്രൈ എ ഫ്യൂ ഡേയ്സ് അഗോ. സംഹൗ എന്തൊക്കെയോ ചെയ്ത് ഞാൻ ഇങ്ങനെ മാനേജ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ അത്യാവശ്യം നമ്മൾ കേരളീയർക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് ഈ മൗത്തിൻ്റെ അറൗണ്ട് ഉള്ള ഈ ബ്ലാക്ക്നെസ്. അതും നമ്മൾ കളർ കറക്റ്റ് ചെയ്യണം ഇഫ് യു ആർ ഗോയിങ് ഫോർ ലൈക്ക് എ ഇവന്റ് ആൻഡ് ഓൾ. ഇപ്പം നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ ഇത് ചെയ്യാറില്ല. പണ്ടൊക്കെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു സാധനത്തിൽ. ഇപ്പം ഐ എം ലേണിംഗ് ടു എംബ്രേസ് മൈസെൽഫ്. ഓക്കെ, കളർ കറക്റ്റിംഗ് കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. കാരണം നൗ യു ഹാവ് ടു ലോക്ക് ഇറ്റ്. ഒന്നെങ്കിൽ നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം, ആ കളർ ഒന്ന് നമ്മുടെ സ്കിന്നിലോട്ടേക്ക് ഒന്ന് അറ്റാച്ച് ആവാൻ. കാരണം നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽ കൺസീലർ തേച്ച് കഴിയുമ്പോഴത്തേക്കും ചുമ്മാ അതങ്ങ് ആ കളറുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും കളർ കറക്റ്ററും കൺസീലറും മിക്സ് ചെയ്യാൻ പാടില്ല, മിക്സ് ആവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ഒന്ന് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യാൻ വേണ്ടി ഐദർ യു ക്യാൻ യൂസ് എ പൗഡർ. ലോക്ക് ഇൻ ചെയ്യുന്ന പൗഡേഴ്സ് യൂസ് ചെയ്യും, ഫിക്സിങ് പൗഡേഴ്സ്. എനിക്ക് സാധാരണ ഒരു കോമ്പാക്ട് പൗഡറാണ്, ഐ പ്രിഫർ ഇറ്റ്. ഇത് ഫേസ് സ്കാനിൻ്റെ ആട്ടോ. യു ക്യാൻ ബൈ എനിത്തിങ്. ലൈക്ക് ദിസ് ഇസ് നോട്ട് ലൈക്ക് നമ്മളിത് ഇങ്ങനെ ചെയ്താലേ ഇത് വർക്ക്ഔട്ട് ആവുള്ളൂ, അങ്ങനത്തെ ഒരു സാധനം അല്ല ഇത്. യു ക്യാൻ യൂസ് എനിത്തിങ്. ഐ എം ടേക്കിംഗ് എ ബ്രഷ്. എന്ത് ബ്രഷ് വേണമെങ്കിലും മതിയിട്ട്. നമ്മളിതിപ്പം ഭയങ്കരമായിട്ട് അടിയിൽ അകത്ത് തേക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. യു ജസ്റ്റ് ടാപ്പിങ് ഇറ്റ്, ശകല. ആ പൗഡർ ടെക്സ്ചർ തന്നെ വേണം, കാരണം പൗഡർ ഈസ് ഡ്രൈ. നമ്മുടെ ഞാനിപ്പം എന്തായാലും തേച്ചേക്കുന്ന എൻ്റെ ഈ കളർ കറക്റ്റർ ഇച്ചിരി ക്രീമിയാണ്. അപ്പം ഒരു പൗഡർ വെച്ച് ലോക്ക് ചെയ്യുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. നമ്മൾ വാരിക്കോരി തേക്കുമല്ല കേട്ടോ. ചെറിയ കേസ് ഇപ്പം തന്നെ വന്നു. നമുക്കത് ഡ്രൈ ആയതുപോലെ തോന്നണല്ലോ ഈ ഒരു ഏരിയ. ആൻഡ് ഇഫ് യു വാണ്ട് വേർ എവർ യു പുട്ട് ഇറ്റ്. ഇതിപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെയൊന്നും അത്രയും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കണ്ണിൻ്റെ അടിയിൽ അറ്റ്ലീസ്റ്റ് ഫോർ മീ, ഞാൻ ഭയങ്കരമായിട്ട് വേർക്കുന്ന ഒരാളാണ്, കണ്ണിൻ്റെ അടിയിൽ എസ്പെഷ്യലി. അപ്പം ഇത് ഭയങ്കര ഒരു പ്രശ്നമാണ്. എനിക്ക് ഒലിച്ചു വരും എല്ലാവരും കൂടി. ആൻഡ് ഇഫ് യു വാണ്ട് യു ക്യാൻ ആഡ് യുവർ കളർ കറക്റ്റർ ഓൺ യുവർ ഐലിഡ്. എനിക്ക് ഭയങ്കര കേക്കി ആയിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. കാരണം എൻ്റെ കണ്ണിൻ്റെ മുകളിൽ ഭയങ്കര ടെക്സ്ചറാണ്. എന്ത് ചെയ്താലും അതുപോലെ എടുത്ത് കാണും.
അതുകൊണ്ട് ഐ പ്രിഫർ നോട്ട് ടു പുട്ട് ദി കളർ കറക്റ്റർ ഓവർ മൈ ഐലിഡ്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാം. ഇനിയാണ് കൺസീലർ. ഓക്കെ, ഇതൊക്കെ എവിടെയാടാ വെച്ചേക്കണേ? കിട്ടി. ഇത് മാക്സ് ഫാക്ടറിന്റെ കേട്ടോ. ഞാനത് അത്യാവശ്യം കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ മരിച്ചു എന്നാ തോന്നണേ. ബട്ട് ദിസ് ഇസ് ഫ്രം മാക്സ് ഫാക്ടർ. ഇനി കൺസീലർ തേക്കുമ്പം അറിയേണ്ട ഒരു കാര്യം, നമ്മൾ മുഖത്ത് പെയിന്റ് ചെയ്യുകയല്ല. യു ഹാവ് ടു ടേക്ക് സം ഓൺ യുവർ ഹാൻഡ്സ്. സൂപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ അറിയുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. എനിക്കിങ്ങനെ ബ്ലെൻഡ് ചെയ്യാനൊന്നും അറിയത്തില്ല. ചില സമയത്ത് വരുമ്പോൾ കട്ടയ്ക്ക് വരും, അതെനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കയ്യിലെടുത്തൊന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ട് എടുത്തേക്കുന്നത്. അതുപോലെ ടാപ്പ് ചെയ്യണം. യു ഹാവ് ടു ടാപ്പ് ഇറ്റ്. ടാപ്പ് 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 ടാപ്പ്. ലുക്ക് അറ്റ് ദ ഡിഫറൻസ്. ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തോന്നില്ലായിരിക്കും, പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതും തമ്മിലുള്ള വ്യത്യാസം ഇസ് ലുക്ക് വാവ്. ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൂക്കാട്ടോ, എല്ലായിടത്തും എത്തിക്കാനൊക്കെ ആയിട്ട്. ഇത് കഴിഞ്ഞിട്ടില്ല, ബട്ട് ദിസ് ഇസ് ലൈക്ക് ദി മേജർ സ്റ്റെപ്പ് ഐ വുഡ് സേ. കുറച്ചുകൂടി ഞാൻ എടുക്കുകയാണ്, ഒബ്വിയസ്ലി, ബിക്കോസ് വി നീഡ് ഇറ്റ് ഓൺ യുവർ ഫേസ് ആസ് വെൽ. ഞാൻ ഒരുപാട് തേക്കുന്നില്ല, കാരണം നമ്മുടെ ഫൗണ്ടേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും ചിലപ്പം ഈ ഒരു ഏരിയ മാത്രം ഇച്ചിരി ഓവർ ആയതേ പോലെ തോന്നും. എന്തൊക്കെയോ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം, ആ ഒരു റെഡ്നെസ് കളയാനായിട്ട്. നമ്മളിനി ഫൗണ്ടേഷൻ ഇടുമ്പോൾ അവിടെ മാത്രം ഇച്ചിരി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, ആ ഒരു വൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു റീജിയൻ കളയാനായിട്ട്. ഇനി നമ്മൾ ഐ ഷാഡോ തേക്കുമ്പം കണ്ണിലെപ്പോഴും എന്താ പറയുക, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളർ നമുക്ക് കിട്ടത്തില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ബേസ് കറക്റ്റ് ആവാഞ്ഞിട്ടാണ്. അഗെയിൻ വി ആർ ഗോണ ടാപ്പ് ഇറ്റ്. Okay, I know that my eyes look like ഈ പ്രായമുള്ള അമ്മച്ചിമാരുടെ കൂട്ടാണ് കണ്ടിരിക്കണമെന്ന് എനിക്കറിയാം. ബട്ട് നമ്മൾ മേക്കപ്പ് ഇട്ട് വരുമ്പോൾ അത് ഓക്കെ ആയിക്കോളും കേട്ടോ. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം കൺസീലറൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പം ഇൻ ദ ബിഗിനിങ് അത് ഭയങ്കര കുറേ നമ്മൾ ഫേസിൽ ചെയ്തെന്ന് നമുക്ക് തോന്നും. ദാറ്റ് ഈസ് ക്വൈറ്റ് നോർമൽ. പക്ഷെ ഫൗണ്ടേഷൻ ആണെങ്കിലും കൺസീലർ ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫേസിനോടൊന്ന് സെറ്റിൽ ആവുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. അപ്പം ആദ്യം ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെയൊക്കെ ചെയ്തപ്പം, ഈ ഭാഗത്തൊക്കെ ചെയ്തപ്പം ഇറ്റ് ലുക്ക് ലൈക്ക് ദർ വാസ് എ ലോട്ട് പ്രൊഡക്റ്റ്. പക്ഷേ ഇപ്പോൾ ഒരു അറൗണ്ട് ഒരു 2-3 മിനിറ്റ്സ് ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ അതൊന്ന് സെറ്റിലായി. കണ്ടോ? ഇറ്റ് ഡസൻ ലുക്ക് അത്രയും പോപ്പ് ചെയ്ത് നിൽക്കുന്നില്ല, അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കണ്ണിൻ്റെ അറൗണ്ട് ചിലപ്പോൾ ഇത്തിരി പാടായിരിക്കും, കാരണം ഒബ്വിയസ്ലി നമ്മുടെ കണ്ണിലുണ്ടായിരുന്ന സ്കിൻ ടോണിനേക്കാളും ആ കളറിനേക്കാളും കുറച്ചുകൂടി ലൈറ്റർ ആയിട്ടാണ് നമ്മളിപ്പോൾ നമ്മളെ സ്കിന്നിൽ ലൈക്ക് കളർ ഇപ്പോൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഫിനിഷിങ്, ഇവിടെയുള്ളൊരു ഫിനിഷിങ് നമുക്ക് ഇവിടെ തോന്നാത്ത കേട്ടോ. ഓക്കെ, നൗ യു ക്യാൻ ഐദർ യൂസ് യുവർ ഫൗണ്ടേഷൻ ഇടാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ് യുവർ ഐസ്. ഐ എം ഗോയിങ് ടു ഡു മൈ ഐസ് നൗ. കാരണം ഞാൻ ഭയങ്കരമായിട്ട് തെറ്റിക്കും കണ്ണെഴുതുമ്പോഴും കണ്ണിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ. സോ ഐ പ്രിഫർ ഡൂയിങ് മൈ ഐസ് ഫസ്റ്റ് ദെൻ ദ ഫൗണ്ടേഷൻ. കാരണം ഒരു 5-6 പ്രാവശ്യമെങ്കിലും ഞാൻ തൂത്ത് കഴിയുമ്പം ഞാൻ എന്തൊക്കെ ഫൗണ്ടേഷൻ അവിടെ കിട്ടുന്നുണ്ടോ അതെല്ലാം വാങ്ങി പോകും. അപ്പോൾ നമ്മളിനി ഐ മേക്കപ്പ് ചെയ്യാണ്. ഐ മേക്കപ്പ് ചെയ്യുമ്പം ആദ്യം വേണ്ടത് ബേസ് ആണ്. സോ ഐ ബോട്ട് ദിസ് തിങ് ഫ്രം ആമസോൺ. ആക്ച്വലി ആമസോൺ ആണോ ഫ്ലിപ്കാർട്ടാണോ എനിക്കറിയില്ല. ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് കളേഴ്സ്. I'm not saying it's not like a best product out there. Quality ഞാൻ promise ചെയ്യില്ല, പക്ഷേ it did wonders on me. Okay, ഇനി you can use a variety of brushes. Okay, പക്ഷേ ഞാനൊരു thin pencil brush യൂസ് ചെയ്യാൻ പോണേ. So you have a variety of brushes out there. Okay, ഇത് you can call this kind of like a flat brush. This is the normally seen eyeshadow brush. പിന്നെ നമ്മുടെ ക്രീസിൽ കണ്ണിൻ്റെ ഇവിടെ തേക്കാനൊക്കെ ആയിട്ടും ബ്ലെൻഡ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതും അതെ. സോ ഐ ഹാവ് 3 of them ആക്ച്വലി. ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഐ ജസ്റ്റ് ഹാവ് them. ഇതിൽ ഒരെണ്ണം ഇച്ചിരി തിക്കാണ്. ബ്രഷസിൻ്റെ എന്ന് വെച്ചാൽ
ഇതിനകത്തുള്ള ഫൈബേഴ്സിന്റെ എണ്ണം കൂടുതലാണ്, വിച്ച് ആക്ച്വലി വർക്ക്സ് റിയലി ഗുഡ് ഇഫ് യു ആർ ഗോയിങ് ഫോർ ദി ക്രീസ്. ഇനിയുള്ള 2 ആൾക്കാരാണ് നമ്മുടെ ഈ പോയിന്റ് ബ്രഷും ഈ ബ്രഷും. ഓക്കെ, 3 ആൾക്കാരുണ്ട്. ഈ ബ്രഷും. ഓൾ ദീസ് 3 ആർ ആക്ച്വലി പെൻസിൽ ബ്രഷസ്. കാരണം പെൻസിൽ പോലെ ഇരിക്കുന്നത്, ലൈക്ക് ഇതിന്റെ റൗണ്ട് എഡ്ജസ് ആണല്ലോ. ഇത് കുറച്ചുകൂടി ഒരു പ്രസിഷന് വേണ്ടിയാണ്, ആൻഡ് ഇത് കുറച്ചും കൂടി ഒരു വൈഡ് ഏരിയയിൽ തേക്കാനായിട്ട്. സോ ഇറ്റ് ഡിപ്പെൻസ്, യു ഹാവ് എ ലോട്ട് ഓഫ് പ്രൊഡക്ട്സ്. ഞാൻ പറഞ്ഞത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് എന്താണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് യൂസ് ചെയ്യുക. ഇത് എനിക്ക് ആക്ച്വലി കഫ്സ് ആൻഡ് ലാഷസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബ്രാൻഡിന്റെ ഒരു പാക്ക് ഞാൻ മേടിച്ചതാണ്. ഓക്കെ, ആദ്യം നമ്മൾ ബേസ് ചെയ്യണം. അപ്പം ഈ ഏരിയയിലുള്ള നമ്മുടെ ഇനി പറയേണ്ട ഒരു കാര്യമാണ്, ഒബ്വിയസ്ലി നമ്മൾ കണ്ണിന്റെ മുകളിൽ കൺസീലർ തേച്ചു. നമ്മുടെ കണ്ണിന്റെ മുകളിലും കൺസീലർ ഉണ്ട്, ഇവിടെയും കൺസീലർ ഉണ്ട്. സോ യു ക്യാൻ സീ ഓൾ ദീസ് ഏരിയാസ് വെയർ ഇറ്റ്സ് ലൈക്ക് ക്ലംപിങ് അപ്പ്. ഒന്നെങ്കിൽ ഒരു ക്യൂടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബഡ് വെച്ചിട്ട്, ഇയർ ബഡ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഉള്ളൊരു നോർമൽ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, there we go. It's okay, this happens. ഇതും കണ്ട് പേടിക്കരുത്. ഇത് നമ്മൾ ഒരുപാട് മേക്കപ്പ് ഒക്കെ ലൈക്ക് കളേഴ്സ് ഒക്കെ ആഡ് ചെയ്യുന്നതിന് മുമ്പേ ഇത് ക്ലിയർ ഔട്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി മച്ച് 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 ബെറ്റർ. അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫിനിഷ്ഡ് ലുക്കിന്റെ മുകളിൽ കൂടെ നമ്മൾ ഇത് ക്ലീൻ ചെയ്യേണ്ടി വരും. ഇറ്റ് ഡസന്റ് വർക്ക് ദാറ്റ് വെൽ. ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് എടുക്കാൻ പോവാം. I don't know if I can show you this because ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് here we go. ഈ ഒരു ഷെയ്ഡ് കേട്ടോ, ഒന്ന് തൂക്കുക. അതിൻ്റെ ആ പൊടി നമുക്ക് ഒരുപാട് വേണ്ട, അതുകൊണ്ട്. സോ ഇപ്പോഴേ തന്നെ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന കണ്ണിന്റെ ആ ഒരു പോപ്പിംഗ്, ആ വൈറ്റ് ആയിട്ടിരുന്ന ആ സാധനം, ആ ഒരു ഷെയ്ഡ് മാറിയിട്ടുണ്ട്. ദിസ് തിങ് ഈസ് ആക്ച്വലി ക്വൈറ്റ് പിഗ്മെന്റഡ്. ഞാൻ ഭയങ്കര പിഗ്മെന്റഡ് ആണെന്ന് പറയില്ല. ഇത് ഞാൻ 200 രൂപയ്ക്ക് 300 രൂപയ്ക്ക് എന്ത് മേടിച്ചത്. സോ ഐ എം നോട്ട് എക്സ്പെക്ടിങ് ഇറ്റ് ടു ബി അമേസിങ്, ബട്ട് ദിസ് ഈസ് ആക്ച്വലി ക്വൈറ്റ് ഗുഡ് ഫോർ ദ പ്രൈസ് റേഞ്ച്. ഇനി നമ്മുടെ ഇന്നർ കോർണറിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വി ആർ ഗോയിങ് വിത്ത് എ കൈൻഡ് ഓഫ് ലൈക്ക് എ ലൈറ്റർ ഷെയ്ഡ്, ഒരു യെല്ലോ അല്ലെങ്കിൽ ഒരു ക്രീം. ഈ ക്രീം കേട്ടോ, കണ്ടോ? കണ്ണിന്റെ അകത്ത് തേക്കുമ്പം കണ്ണിന്റെ അകത്ത് പോകാണ്ട് നോക്കണം. സോ I think we need something a bit more brighter. നമുക്കൊരു ഓറഞ്ച് യൂസ് ചെയ്താലോ? Yeah, I think I'm going to use orange, this one. ഓറഞ്ച് ആയതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ഗോണ പോപ്പ് അപ്പ് എ ലോട്ട്. ബിൽഡ് ഇറ്റ് അപ്പ്. നിങ്ങൾക്ക് എന്തോരം പ്രൊഡക്റ്റ് വേണോ അങ്ങനെ തന്നെ അത് ബിൽഡ് ചെയ്തെടുക്കുക. കണ്ടോ, ഞാൻ ഈ ഒരു പെൻ ലൈക്ക് ബ്രഷ് യൂസ് ചെയ്യുന്ന ഒരു ബെനിഫിറ്റ് കണ്ടോ? നമുക്ക് എന്തോരം വേണമെങ്കിലും എഡ്ജസും കോർണേഴ്സും ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ആക്ച്വലി ഒരു തിക്ക് ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഐ എം യൂസിങ് ദിസ് വൺ. ഇത്രയും തിക്നെസ് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് നടുക്ക് ഇപ്പം നമ്മളിത് വെക്കാൻ പോവാ, ഒരു കളർ വെക്കാൻ പോവാ. കുറച്ചും കൂടി തിക്കറായിട്ടുള്ള ഒരു ബ്രഷ് ആയിരിക്കും നല്ലത്. സോ ദാറ്റ്, കാരണം കണ്ണിൻ്റെ അകം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഏരിയ കവർ ചെയ്യാനുണ്ടല്ലോ, അതുകൊണ്ട്. ആൻഡ് ഐ എം ഗോയിങ് ടു യൂസ് പിങ്ക് ആക്ച്വലി. ഈ പിങ്ക്, ഈ പിങ്ക്. ഇപ്പം എല്ലാം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഈ പിങ്ക് ഒന്നും അത്രയും കാണത്തില്ല. പിങ്കാണ് എന്ന് ഓർക്കണ്ട, നമ്മളിത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പം അതൊന്നും അങ്ങനെ കാണത്തില്ല. ആൻഡ് ടാപ്പ് ഇട്ടോ, ആക്ച്വലി ഞാനിപ്പോൾ ചെയ്ത് തെറ്റാം. നമ്മൾ ഐ ഷാഡോ ചെയ്യുമ്പം എപ്പോഴും ടാപ്പ് ചെയ്യുന്നതാണ് നല്ലത്. സോ ദാറ്റ് പ്രൊഡക്റ്റ് ക്യാൻ ആക്ച്വലി സ്റ്റേ ഓൺ യുവർ ഐസ്. നമ്മൾ കണ്ണിൻ്റെ മുകളിൽ ചെയ്യുമ്പം ഒബ്വിയസ്ലി യു കനോട്ട് സീ റൈറ്റ്, ബിക്കോസ് യു ആർ ഡൂയിങ് ഓൺ യുവർ ഓൺ ഫേസ്. അപ്പോൾ നമ്മുടെ ഈ ഐബ്രോ ഒന്ന് മുകളിലോട്ട് വലിച്ചു പിടിക്കുകയാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി കൈൻഡ് ഓഫ് വർക്ക് അറൗണ്ട്. ഓക്കെ, ഐ തിങ്ക് ദാറ്റ്സ് ഓക്കെ. ഇനിയാണ് നമ്മുടെ ചേട്ടൻ താരം. ഇതിന് ഞാൻ ആക്ച്വലി ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഫ്ലാറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ബ്രഷ്, ഐഷാഡോ ബ്രഷ്. കാരണം എനിക്ക് ഒരു ആംഗിളിൽ എടുക്കാൻ വേണ്ടി, ദിസ് ഇസ് ഗുഡ് ഫോർ ആംഗിൾസ്. ലൈക്ക്
ഇഫ് യു ഗോയിങ് ടു പെയിന്റ് ലൈക്ക് ലൈൻസ് ഒക്കെ ചെയ്യുമ്പം ഇത് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആണ് കേട്ടോ. ഇത്തവണ നമ്മളൊരു റെഡ് ചെയ്യാൻ പോവാ, ഒരു ബ്രിക്ക് റെഡ്. ദിസ് വൺ. ഓക്കെ, ഐ ഹാവ് ക്വൈറ്റ് സം പ്രൊഡക്റ്റ്. നമ്മുടെ ആ ഒരു കോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അപ്പുറത്തെ സൈഡിൽ വന്നാൽ നമുക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നമ്മളത് അങ്ങനെ ആക്കും. കുറച്ച് അകത്തേക്ക് നമ്മൾ കയറ്റാണ്, കുറച്ച്. നോട്ട് ഷുവർ വാട്ട് ഐ എം ഡൂയിങ്. ഇനി ഞാൻ ചെയ്തൊരു സാധനം എന്ന് വെച്ചാൽ ഇതെടുത്തിട്ട് ഇങ്ങനെ ഒരു വര ഞാൻ വരയ്ക്കും. നമ്മുടെ കണ്ണിന്റെ ആ ഒരു ലിഡ് ക്ലോസ് ചെയ്യുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ ഞാൻ ഒന്ന് സ്വൈപ്പ് ചെയ്യും. നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാൻ പോവാം. മിക്സ് എന്ന് വെച്ചാൽ ഒന്ന് ബ്ലെൻഡ് ചെയ്യാണ്. കാരണം ഇതിപ്പം ഇറ്റ്സ് ആക്ച്വലി ഓക്കെ, ബട്ട് ഐ വോണ്ട് ഇറ്റ് ടു ബി എ ബിറ്റ് മോർ ബ്ലെൻഡഡ്. ഓക്കെ, അപ്പോ പുറത്തുനിന്നും അകത്തുനിന്നും ഞാൻ അകത്തേക്കാണ് ചെയ്യുന്നത്. ഇതിനെ ഫുള്ള് ബ്രഷ് ചെയ്ത് കളയരുത്. ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ച് ചെറുതായിട്ട് കുറച്ച് 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 മാത്രം. ഓക്കെ, ഇനി ഞാൻ യൂഷ്വലി ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ടിഷ്യൂ എടുത്തിട്ട് നമ്മുടെ കൈയുടെ ഒരു നീളത്തിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഒബ്വിയസ്ലി നമ്മൾ ചെയ്തപ്പോൾ ഇച്ചിരി ഇങ്ങോട്ടേക്ക് കയറിപ്പോയായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഐ മേക്കപ്പ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഐസ്. നമ്മുടെ ഇന്ത്യൻ മേക്കപ്പ് ലുക്സ് ലൈക്ക് ഡിപ്പെൻഡ്സ് എ ലോട്ട് ഓൺ യുവർ ഐസ് ആക്ച്വലി. ഇനിയിപ്പോൾ എന്തോരം കാര്യങ്ങളാണ് ചെയ്യാൻ കിടക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഐലൈനർ ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിലോട്ട് വരാം, ബട്ട് ഐ വിൽ ബി സ്റ്റാർട്ട് ഫ്രം ദി അണ്ടർ ഐസ് ആൻഡ് അണ്ടർ ഐസ് എന്നല്ല, നമ്മുടെ വാട്ടർ ലൈൻ. ഇത് റെനിയുടെ മിഡ് നൈറ്റ് കോൾ പെൻസിൽ കേട്ടോ. ഐ ലവ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഇത് മേടിക്കണം, ലൈക്ക് ബാക്ക് ടു ബാക്ക്. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു വരയിടും, കാരണം എനിക്ക് എൻ്റെ കണ്ണിൻ്റെ ഒരു ആംഗിൾ മനസ്സിലാവാനായിട്ട്. ഇങ്ങനെ. ഇനി ഐ എം ഗോയിങ് ഫോർ ലൈക്ക് എ സ്മോക്കി ഐ. കണ്ണിൻ്റെ ടോപ്പിൽ ഈ ഒരു ഏരിയയിൽ ഇച്ചിരി സ്മോക്കിനെസ് വരാനായിട്ട്. അതിന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഐ ഷാഡോയിൽ നിന്ന് തന്നെ ബ്ലാക്ക് ഷെയ്ഡ് വെച്ച് നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ കോള് വെച്ചിട്ട് ജസ്റ്റ് ഒരു ശകലം അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി പരട്ടി കൊടുക്കുക. എന്നിട്ട് ഇഫ് യു ഹാവ് എ ബ്രഷ്, യു നീഡ് എ ബ്രഷ് ഫോർ ദിസ് ഒബ്വിയസ്ലി. ഞാൻ സാധാരണ ഇങ്ങനെ ഒരു ചെറിയ ബ്രഷ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഏരിയ നമ്മളൊന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കൊടുക്കും. സ്മോക്കി ഐസ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഐ സ്പ്രെഡ് ഔട്ട്. പുറത്തുനിന്ന് അകത്തോട്ടേക്ക് ഞാൻ വലിക്കും കേട്ടോ. അകത്തുനിന്ന് പുറത്തോട്ടേക്ക് ഞാൻ വലിക്കാറില്ല. ഐ ഫൈൻഡ് ദാറ്റ് മച്ച് മോർ ബെറ്റർ. എനിക്ക് കണ്ണ് കാണത്തില്ല, ഞാൻ ഒന്ന് പോയിട്ട് വരാവേ. കൈൻഡ് ഓഫ് ലുക്സ് ലൈക്ക് ദിസ്. ഞാൻ കുറച്ചും കൂടി നമ്മുടെ കണ്ണിൻ്റെ അടിയിലും കൂടെ ഒന്ന് ചെയ്തു, ആ ഒരു ഫിനിഷിങ് വരാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം കണ്ണിൻ്റെ മേക്കപ്പ്, ബട്ട് ഐ പ്രിഫർ ആഡിങ് ലൈക്ക് എൻ ഐലൈനർ. ജസ്റ്റ് ആ ഒരു ശകലം ഭാഗം ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് മാത്രം. ഞാൻ മാർസിൻ്റെ ലിക്വിഡ് ഐലൈനർ ഉപയോഗിക്കുന്നത്. ഐ ലവ് ദിസ് തിങ്. ഇതിങ്ങനെ നിൽക്കും. അടുത്തൊന്ന് നോക്കുമ്പോൾ നമ്മൾ കണ്ണിലെന്തെങ്കിലും ചെയ്തെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. ഞാൻ ചെറുതായിട്ട് നമ്മുടെ ലൈനർ വെച്ചിട്ട് ഇതിലേക്കൂടെ ഒരു ലൈറ്റായിട്ട് തുമ്പത്തോടെ ഒന്ന് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഐ ഡോണ്ട് വോണ്ട് ആർ ഐസ് ടു ലുക്ക് ലൈക്ക് നമ്മളൊരുമാതിരി ഡാൻസ് ഒക്കെ കളിച്ച് വന്നിട്ട് കൊണ്ട് മൊത്തം ഇങ്ങനെ പരത്തി. അതിൻ്റെ എനിക്ക് ഐ പ്രിഫർ ഡൂയിങ് ഇറ്റ് ഓൺ ദ എൻഡ്സ്. ഇച്ചിരി നീണ്ട കണ്ണാണ് നമുക്ക് തോന്നും. അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യണേ. ഇനി ഞാൻ ഈ കണ്ണും കൂടെ ചെയ്തിട്ട് ഓടി വരാവേ. നമ്മളിത് രണ്ടും ചെയ്ത് കഴിഞ്ഞു. സോ എൻ്റെ ഈ കണ്ണേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഈ കണ്ണാന്ന് തോന്നുന്നുണ്ട്, ബട്ട് ഓൾ ടുഗെദർ ഇറ്റ് ലുക്സ് ഡീസൻറ്റ്. മസ്കര. അപ്പോൾ ഒരു ഐലാഷ് കളർ വേണം ഒബ്വിയസ്ലി. ഐലാഷ് കളറിൻ്റെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ കുറേ നേരം ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല കേട്ടോ. when you're using eyelash curler, you have to press.
1 2 3 4 ആൻഡ് കണ്ണ് എന്തോരം നമുക്ക് താത്തി പിടിക്കാൻ പറ്റുമോ അത്രയും താത്തി പിടിക്കുകയാണെങ്കിൽ അത്രയും നമ്മുടെ കേൾസ് വളഞ്ഞിരിക്കും കേട്ടോ. സോ ക്ലോസ് യുവർ ഐസ്, കൈൻഡ് ഓഫ് ക്ലോസ് യുവർ ഐസ് എന്ന് പറഞ്ഞ് കണ്ണടച്ച് വെച്ച് നമ്മുടെ കൺപിൽ മൊത്തം വലിച്ചുകൊണ്ട് പോകരുത്. കൈൻഡ് ഓഫ് ക്ലോസ് യുവർ ഐസ്. ഇനി എവിടെ ഓക്കെ 1 2 3 4 5. Do you see the difference? ഇനി യൂസ് റെനിയുടെ മിഡ് നൈറ്റ് മസ്കാര. എനിക്ക് അതും ഇഷ്ടമാണ്, എനിക്ക് മെബിലിൻ്റെ ഇഷ്ടമാണ്. ഇതും നല്ല സാധനമാണ് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവേ. ആൻഡ് ഇത് ക്ലംപ് ചെയ്യത്തില്ല മാക്സ്, ഇറ്റ് ഡസൻ ക്ലംപ് അറ്റ് ഓൾ. ഇതൊരു പഴയ സ്റ്റിക്ക്, ഐ തിങ്ക് ഇറ്റ്സ് ബീൻ അറ്റ്ലീസ്റ്റ് 3 4 5 months, മേ ബി മോർ ദാൻ ദാറ്റ്. പക്ഷെ അതുകൊണ്ട് ഇപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുന്നത്, നോ ക്ലംപിങ് അറ്റ് ഓൾ. ഇനി കണ്ണിന്റെ ഈ ഒരു ഏരിയയിൽ പറ്റാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിത് വെച്ചോണ്ട് കണ്ണടയ്ക്കാൻ നോക്കുക. വാവ്, കണ്ണിന്റെ അടിയിലും കൂടി. ഓക്കെ, ദിസ് ഈസ് ഹൗ ഇറ്റ് കെയിം ഔട്ട്. ഞാനിപ്പോൾ ഇങ്ങനെ കണ്ണ് തുറന്നു വെച്ച് നോക്കുന്നതുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ തോന്നുന്നത്, ബട്ട് I think we could call this Indian siren eyes. ഇനി നമ്മുടെ ഫേസ് നമ്മൾ ചെയ്യാം. അപ്പം ഇപ്പോൾ എല്ലാം ഒന്ന് സെറ്റിൽ ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് റീടച്ച് ചെയ്യാം. സോ ഞാൻ കൺസീലർ കുറച്ചുകൂടെ എടുത്തിട്ട് ഇവിടെ കൂടെ റീടച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല ഇത് ഓക്സിഡൈസ് ആകും, എന്തൊക്കെ സംഭവിച്ചാലും കുറച്ച് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവും, കുറച്ച് ഓക്സിഡൈസ് ആവും. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു വെയിറ്റ് ഇറ്റ് ഔട്ട്. ഇനി നമ്മുടെ മെയിൻ ഷെഡ്, നമ്മുടെ ഫൗണ്ടേഷൻ. ഓക്കെ, എൻ്റെ ടെക്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് 33N മക്കിയാറ്റോ. ആ റെഡ്നെസ് കോംപ്ലീറ്റ്ലി ഗോൺ. ടെക്സ്ചേർഡ് ആണ്, എൻ്റെ സ്കിൻ ടെക്സ്ചേർഡ് ആണ്, അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അതർവൈസ് വെയിറ്റ്, നമുക്കിതും കൂടെ കളയാം. Now Terter is like a medium coverage foundation, so you have to build on it if you want more coverage. പക്ഷെ ഞാനൊരു കോട്ടേ ചെയ്യാറുള്ളൂ, ഒരു പ്രാവശ്യം ഇത് ചെയ്യാറുള്ളൂ, ബിക്കോസ് അമേസിങ് പ്രൊഡക്റ്റ്, അറ്റ്ലീസ്റ്റ് ഫോർ മീ. നിങ്ങൾക്ക് കുറച്ചുകൂടെ കവറേജ് വേണം തോന്നുവാണെങ്കിൽ യു ക്യാൻ ആഡ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. Do not forget your forehead. ഇനി നമ്മൾ മറക്കുന്ന കുറച്ച് ഏരിയാസ് ആണ് നമ്മുടെ ചെവിയുടെ ഈ ഒരു ഏരിയ. എസ്പെഷ്യലി ഹെയർ പൊക്കി അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മളിവിടെയൊക്കെ ഫേസിൻ്റെ ഈ ഭാഗമൊക്കെ കവർ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഫേസ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ബട്ട് ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. ടോട്ടലി ഡിഫറെൻറ്റ് പേഴ്സൺ, റൈറ്റ്? ഐ നോ. എനിവേസ്, ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോണ്ടോറിങ് ആണ്. സോ നെക്സ്റ്റ് യു ഹാവ് ടു ഡു യുവർ കോണ്ടോറിങ്. ഞാൻ യൂസ് ചെയ്യുന്ന മേബിലിൻ്റെ ഇറേസർ പെന്നാണ്. ഇത് ആക്ച്വലി ഒരു കൺസീലർ ആണ്, പക്ഷെ അതിൻ്റെ ഡാർക്കർ ഷെയ്ഡ് നോക്കി ഞാൻ എടുത്താണ്. സോ ഇറ്റ്സ് ലൈക്ക് എ കോണ്ടോർ ഓ കൺസീലർ. നമ്മൾ കോണ്ടോർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. വൺ ഈസ് ഹൗ യു ഷേപ്പ് യുവർ ഫേസ്. ഞാൻ കുറച്ച് ഇവിടെയും ചെയ്യാറുണ്ട്, കുറച്ച് ഇവിടെയും ചെയ്യാറുണ്ട്. ലൈക്ക് ദിസ്, സം ഹിയർ. പിന്നെ നമ്മുടെ മൂക്ക്, അത് സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒന്നും പേടിക്കണ്ട. യു ക്യാൻ ഒബ്വിയസ്ലി യു ആർ ബ്ലെൻഡിങ് ഇറ്റ് ഔട്ട്, റൈറ്റ്? പിന്നെ ഇത് കളയാനായിട്ട് ചെയ്യും. ഇനി ഞാൻ ചെയ്യുന്നത് താട് അങ്ങനെ ചെയ്തില്ലെങ്കിലും ഒരു ദിസ്. ഓക്കെ, there we go. Now most of the contours are very dry, kind of dry. So നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷസ്, ഐ എം യൂസിങ് kind of like a thick brush. ഈ ബ്രഷിൽ ഞാൻ യൂഷ്വലി വാട്ടർ സ്പ്രേ ചെയ്യും. ഡോണ്ട് വറി,
എവറിത്തിങ് ഈസ് ഗോണ ബി ഫൈൻ. ശകലേ സ്പ്രേ ചെയ്യാവുള്ളൂ, മുക്കരുത്. ഇനി നമ്മൾ പയ്യെ ടാപ്പ് ആവണം. ടാപ്പേ ചെയ്യാവുള്ളൂ, വലിച്ചു കളയരുത്. അപ്പം നമ്മൾ ആദ്യം ഇട്ട ഫൗണ്ടേഷനൊക്കെ പോകും. നെക്സ്റ്റ് ഈസ് യുവർ ബ്ലഷ്. You're gonna pop today. So ഇത് I'm not sure if you can see it, but ഇത് മാർസിന്റെ ആണ്. ഷെയ്ഡ് ഒന്ന് എന്നോട് ചോദിക്കരുത് കേട്ടോ. സോ I take some amount. എന്നിട്ട് ഇവിടെ മാത്രമേ ചെയ്യുന്നുള്ളൂ, ബിക്കോസ് ഐ ഹാവ് എ വെരി റൗണ്ട് ഫേസ്. നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പം മേ ബി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഐ ഹാവ് എ റൗണ്ട് ഫേസ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരത്തില്ല, ഇവിടെ ഞാൻ കൊണ്ടുവരില്ല, പകരം ഞാൻ ഇവിടെ മാത്രമേ ചെയ്യാറുള്ളൂ. ഒന്ന് വലിഞ്ഞ പോലെ നമുക്ക് തോന്നും, പിന്നെ നോക്കി blend everything together. If you want to use a powder like a bronzer, I don't know if you can see particles in a parna നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. But I don't think we Indians need to use it a lot, you know what I mean. But it also gives that tanned look. Ini I'm using a pinky, ഇത് ഫേസസ് കാനഡയുടെ ഡിഫൈനർ ആണ്. ദിസ് ഇസ് പ്ലം 15. ഐ ഗോ വിത്ത് എൻ എക്സ് ഹിയർ. നിങ്ങൾക്ക് കാണാം ഞാൻ എൻ്റെ ലിപ്പിലല്ല ചെയ്യുന്നത്, കുറച്ചുകൂടി മുകളിലാണ് ചെയ്യുന്നത്, ബിക്കോസ് ഐ ഹാവ് വെരി തിൻ ലിപ്സ്. Some people can do this in minutes, but I cannot. കാരണം എൻ്റെ ലിപ്പ് ഇച്ചിരി ഓഡ് ഷേപ്ഡ് ആണ്, കുറച്ച് ഈ സൈഡിൽ കുറച്ച് ആ സൈഡിൽ നിൽക്കാൻ. സോ ഐ ആക്ച്വലി ടേക്ക് ക്വൈറ്റ് എ ലോട്ട് ഓഫ് ടൈം ഹിയർ. കോർണേഴ്സിൽ നിന്ന് അകത്തോട്ട് ഞാൻ ഇങ്ങനെ ലൈൻ വരയ്ക്കും. എഗെയിൻ ഇവിടെ നിന്ന് അകത്തോട്ട് ഞാൻ ലൈൻ വരയ്ക്കും. കണ്ടോ, നടുക്കൊന്നുമില്ല, അപ്പ് ആൻഡ് ഡൗൺ, ജസ്റ്റ് അപ്പ് ആൻഡ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇത്, കാരണം മുകളിലും താഴെയും അതൊന്ന് ഈവൻലി സ്പ്രെഡ് ഔട്ട് ആവാനായിട്ട്. നെക്സ്റ്റ് വൺ ഈസ് മൈ ഫേവറേറ്റ്. ഇത് മാർസിൻ്റെ 12. ഇറ്റ്സ് കോൾഡ് ഖൂബ്സൂരത് കുച്ചിപ്പുടി. ഐ ഹേറ്റ് ദാറ്റ് നെയിം ബൈ ദ വേ. ഹു ഗേവ് ദാറ്റ് നെയിം? ഐ ഡോണ്ട് നോ. ഇതിനെ ഞാൻ നടുക്കിടും. And that too quite bright. Again up and down. And കുറച്ച് അകത്തോട്ട്. Again up and down. If you want, you can stop it here. If not, you can add a lip gloss. പക്ഷെ ഞാൻ ലിപ് ഗ്ലോസ് ഇപ്പം ചെയ്യുന്നില്ല, ബിക്കോസ് ഇതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഫേസ് സെറ്റ് ചെയ്യണം. കണ്ടോ, ഇവിടെയൊക്കെ കുറച്ച് ക്രീസ്ഡ് ആയി തുടങ്ങി. ഞാൻ നേരത്തെ ചെയ്യണമായിരുന്നു, ഞാൻ മറന്നുപോയി. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ പോലെ ഒരു ബ്രഷ് എടുത്തിട്ട് ഇതിനൊന്ന് ക്ലീൻ ചെയ്യണേ. അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ക്ലീൻ ചെയ്യാൻ ഇച്ചിരി ടാസ്ക്കാണ്. ഇപ്പോൾ കട്ടയ്ക്ക് ഇങ്ങ് പോരും. ഇനി മേക്കപ്പ് ഫിക്സർ. ഇത് റെനയുടെ മേക്കപ്പ് ഫിക്സറാണ്. നാച്ചുറൽ അലോവേര കുക്കുംബർ ഫ്ലവർ. ഇതൊന്ന് ആവട്ടെ. Look at the glossiness. Wow. അപ്പോൾ നമ്മുടെ ലിപ്പ് ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്തുകൊണ്ട് now you have to use the lip gloss. ഇത് ലിപ്സി ബ്യൂട്ടിയുടെ പൗട്ട് പോളിഷ് എന്ന് പറഞ്ഞ ഒരെണ്ണമാണ്. it was all over my feed, so I bought it. ശകലം എടുക്കും, വെരി ലിറ്റിൽ, എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്തല്ലോ. എനിക്ക് ആ ഒരു ഒന്ന് തിളങ്ങിയാൽ മതി. അതാ, എനിക്കൊന്ന് തിളങ്ങിയാൽ മതി. അതിൽ കൂടുതൽ I don't like having a wet lip is what I mean. This is an extra thing. If you want, you can use a highlighter. ഞാനിപ്പോൾ യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഇത് again ഫേസസ് കാനഡയുടെ ആണ്. It's called a liquid highlighter, 3-in-1 liquid highlighter. ഒരു കുത്ത്
കുറച്ച് എവിടെ കുറച്ച് ഇങ്ങനെ ആൻഡ് ഇവിടെ അത് കുറച്ചധികം പ്രൊഡക്റ്റ് ആയിട്ടോ ദൈവമേ കുറച്ച് തൂട്ടം ദാറ്റ്സ് എ ലോട്ട് ഓഫ് പ്രൊഡക്റ്റ് ഇത്രയൊന്നും വേണ്ട. വാട്ട് ഇറ്റ് ഡസ് ഇസ് ദാറ്റ് നമ്മുടെ ഈ ഐബ്രോയുടെ ഇങ്ങോട്ടേക്ക് ആ ഒരു ഫിനിഷിങ് വരാൻ വേണ്ടിയാണ്. ഇനി ഇതിവിടെ ചിലപ്പോൾ ഞാൻ ഇവിടെയും ചെയ്യും. ഇഫ് യു വോണ്ട് യു ക്യാൻ ഡു ഇറ്റ് അബവ് യുവർ ലിപ്സ്. ഇങ്ങനെ ഒരു സാധനം ചെയ്യും. ഇതിങ്ങനെയാണ്. മൈ ഹെയർ ഈസ് എ ബിറ്റ് മെസ്സി ബട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ഫോർ എനിവേസ്. ഇതിപ്പോൾ 5 minutes ആയി കാണും. And look how everything has blended together. ഇതിൽ പൊട്ടിൻ്റെ കൂടെ കുറവുണ്ട്. ഞാൻ പൊട്ട് വെച്ചിട്ട് വരാം. This is like my go-to makeup. എങ്ങോട്ടും ഇവൻസിനൊക്കെ പോകുമ്പം because there is a bit of red, there is a bit of pink, everything blended together. So and this is how it looks like underneath white light. ഞാനൊരു white tube lightiൻ്റെ താഴെയാണ് നിൽക്കുന്നത്. So this is how it looks like. Yeah, I hope you guys like it. This is my first makeup video. If you need more, let me know. Hope you enjoyed. Like and subscribe, please.